ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉഴുന്നുവടയാണ് കേട്ടോ. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന ഉഴുന്നുവട കണ്ടിട്ടില്ലേ? പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും, നല്ല മുരിഞ്ഞിട്ടുള്ള ഉഴുന്നുവടയായിരിക്കും, അതുപോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും അല്ലേ. നമ്മൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പലപ്പോഴും പുറമേ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടാറില്ല. അതല്ലേ പ്രശ്നം. സാധാരണ ഹോട്ടലിൽ ആളുകൾ ഗ്രൈൻഡറിലാണല്ലോ ഉഴുന്നൊക്കെ അരച്ചെടുക്കാറ്. നമുക്ക് ഗ്രൈൻഡറൊന്നും ഇല്ലെങ്കിലും വീട്ടിൽ മിക്സിയിൽ തന്നെ നമുക്ക് നന്നായിട്ട് ഉഴുന്നരച്ചെടുത്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല മുരിഞ്ഞ ഉഴുന്നുവടയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണിന് തൊട്ടടുത്തായിട്ടൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടാവും കേട്ടോ. അതും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പം ഞാനിവിടെ ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട് ഒരു 2 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് 1 മണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ട് നല്ലപോലെ കുതിർത്തെടുത്തിട്ടുള്ളതാണ്. വെള്ളമൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാൻ പറഞ്ഞ പോലെ മിക്സിയുടെ ജാറിലാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ എല്ലാം കൂടി ഒന്നിച്ചിട്ട് അരച്ചെടുക്കാതെ കുറേശ്ശെ ഓരോ ബാച്ചായിട്ട് നമുക്ക് അരച്ചെടുത്ത് നോക്കാം. അരയ്ക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർക്കരുത് കേട്ടോ. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. പിന്നെ തീരെ അരയുന്നില്ല എന്നുണ്ടെങ്കിൽ 2-3 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് നന്നായിട്ടൊന്ന് അരയ്ക്കട്ടെ. ഇതിപ്പോൾ ഞാനൊന്ന് അരച്ച് വന്നപ്പോൾ ഇത് ശരിക്കും അങ്ങോട്ട് അരഞ്ഞ് വരുന്നില്ല. അത് കാരണം കൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ ഉഴുന്ന് കുതിർക്കാൻ വെച്ച വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ വെള്ളം തന്നെയാണ് ഞാൻ ഉഴുന്നരയ്ക്കാനും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു 2 ടീസ്പൂൺ വെള്ളം ഉഴുന്നരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉഴുന്നരച്ച് കിട്ടുമ്പോൾ അത് വല്ലാണ്ട് ലൂസായി പോകും. അപ്പോൾ നമുക്ക് ഉഴുന്നുവട കറക്റ്റ് ഷേപ്പിലായിട്ട് എടുക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഉഴുന്നെല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇത് ഞാൻ നല്ല തിക്കായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് വറുത്ത അരിപ്പൊടിയാണ്. വറുത്ത അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കി കഴിയുമ്പോൾ പുറം ഭാഗമൊക്കെ നല്ല മുരിഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ അരിപ്പൊടി ചേർത്തിട്ടുള്ളത് കേട്ടോ. ഒരുപാട് അരിപ്പൊടി ചേർക്കണമെന്നൊന്നുമില്ല. നമ്മളിപ്പോൾ 2 കപ്പ് ഉഴുന്നിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 3-4 മണിക്കൂർ ഒന്ന് മൂടി വയ്ക്കണം. അപ്പം ഞാനിതൊരു 3-4 മണിക്കൂറത്തേക്ക് ഒന്ന് അടച്ചു വെക്കട്ടെ. ഇതിപ്പോൾ ഒരു 3-3.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അരച്ച് വെച്ച ആ ഒരു പാകത്തിൽ നിന്ന് കുറച്ചൊന്ന് വിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ മാവ്. ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാമായിരിക്കും, ചെറുതായിട്ടൊന്ന് മാവ് പൊന്തി വന്നിട്ടുണ്ട്. കണ്ടില്ലേ? നമ്മൾ അരച്ച് വെച്ച ആ ഒരു പാകത്തിലല്ല ഇപ്പോൾ മാവുള്ളത്. ഇത് നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഉഴുന്നുവടയ്ക്ക് എത്രത്തോളം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. എന്നിട്ട് കറക്റ്റ് പാകമാണോ നോക്കണം കേട്ടോ. എന്നിട്ട് പോരാന്നുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു സവാള ചേർക്കുന്നുണ്ട്. ഇത് ചെറിയ സവാള ആയതുകൊണ്ട് ഞാൻ അത് മുഴുവൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർക്കാനായിട്ട്. നിങ്ങൾ എടുക്കുന്നത് വലിയ സവാള ആണെങ്കിൽ അത് മുഴുവൻ ചേർക്കണ്ട കേട്ടോ. ഒന്ന് പകുതി സവാള ചേർത്താൽ മതി. പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് രണ്ടും നന്നായി പൊടിയായിട്ട് അരിഞ്ഞിട്ടാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഉഴുന്നുവടയിലേക്ക് ചതച്ച കുരുമുളക് ചേർക്കുന്നതാണ് നല്ലത്. പക്ഷേ എൻ്റെ കയ്യിൽ കുരുമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നുമില്ല, ഇത് സാമ്പാർ പൊടിയാണ്. നമ്മൾ സാധാരണ ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് സാമ്പാർ പൊടി ചേർത്തിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അടുത്ത തവണ. അപ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ ഒരു ഡിഫറൻസ്. അപ്പോൾ ഞാനിവിടെ ഇതിലേക്കൊരു 1/4 ടീസ്പൂണോളം സാമ്പാർ പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ കീറിയിടുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഉഴുന്നുവടയ്ക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എൻ്റെ 2 കൈയും നന്നായിട്ടൊന്ന് മുക്കാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ മാവ് ഒട്ടി പിടിക്കും, അതുകൊണ്ടാണ്. എന്നിട്ട് കുറച്ച് മാവ് ഇങ്ങനെ എടുത്തിട്ട് കയ്യിലൊന്ന് വെച്ച് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്ക് തള്ളവിരൽ ഒന്നുകൂടി വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ഈ മാവിൻ്റെ നടുക്കായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. ഉഴുന്നുവടയുടെയൊക്കെ സാധാരണ ഒരു ഷേപ്പ് കണ്ടിട്ടില്ലേ, അതുപോലെ ആക്കി എടുക്കാം. ഒരുപാട് നേരം ഇത് കയ്യിൽ വെച്ചിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ആകെ ഷേപ്പ് മാറി പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് വേഗം ചൂടായ എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരി എടുക്കണം. അപ്പം ഞാനിപ്പോൾ തീ കൂട്ടി വെച്ചിട്ടാണ് ഈ എണ്ണ ചൂടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഈ ഉഴുന്നുവട ഇട്ട് കൊടുക്കാം കേട്ടോ.
ഉഴുന്നുവട ഇട്ടിട്ട് നമുക്ക് തീ ഒന്ന് കുറച്ച് വയ്ക്കണം. അതുപോലെ ഞാനിപ്പോൾ ഒരേ സമയത്ത് ഞാനിപ്പോൾ 2-3 ഒരുമിച്ചിട്ട് വറുക്കുന്നുണ്ട്. നമ്മളിത് ഇടുന്ന സമയത്ത് എണ്ണ നല്ലപോലെ ചൂടായിരിക്കണം കേട്ടോ. എന്നാലും നമ്മൾ ഉഴുന്നുവട ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നമ്മളത് ഉഴുന്നുവട ഇട്ട് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അത് ചെറുതായിട്ടൊന്ന് പൊന്തി വരും. ഇപ്പം ഞാൻ 3ാമത്തെയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ 3ാമത്തെ ഇടുന്ന ആ നേരം കൊണ്ട് നമ്മൾ ആദ്യം ഇട്ടത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഉഴുന്നുവട അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഇതിൽ നിന്ന് എടുക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ സാധാരണ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന പോലെ തന്നെ നല്ല മുരിഞ്ഞിട്ടുള്ള ഉഴുന്നുവടയാണ്, കണ്ടില്ലേ? ഇതുപോലെ നിങ്ങൾക്കും പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. പുറമേ നല്ല മുരിഞ്ഞിട്ടാണ്, അതുപോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. ആ ഉഴുന്നൊക്കെ നല്ലപോലെ വെന്തിട്ടും ഉണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി റെഡിയാക്കി എടുക്കാം കേട്ടോ. ഉഴുന്നുവട നമ്മൾ ഇടുന്ന സമയത്ത് എണ്ണ നല്ലപോലെ ചൂടായിരിക്കണം. അതുപോലെ തന്നെ ഇട്ട് കഴിഞ്ഞിട്ട് 1 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒന്ന് കുറച്ച് വയ്ക്കണം കേട്ടോ. എന്നാലും ഉഴുന്ന് നന്നായിട്ട് വെന്ത് വരാനുള്ള ആ ഒരു ടൈം കിട്ടുള്ളൂ. ഇപ്പം ഞാൻ എല്ലാം പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ല, നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ തന്നെ നല്ല മുരിഞ്ഞിട്ടുള്ള ഉഴുന്നുവട പെട്ടെന്ന് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വിരുന്നുകാർ വന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. മാവ് ഇതുപോലെ മുമ്പേ തന്നെ അരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്ത് ഉണ്ടാക്കിയാലും മതി കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിൻ്റെ എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.